السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين. أما بعد. ഏറ്റവും ബഹുമാനം നിറഞ്ഞ ഉസ്താദുമാരെ, മറ്റു സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥി സുഹൃത്തുക്കളെ, അന്നബ സ്റ്റുഡൻസ് യൂണിയൻ സംഘടിപ്പിക്കുന്ന സിംഗ് സഫർ 2K23 വേദിയിലാണ് ഞാൻ നിങ്ങളും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കിന്ന് ചർച്ച ചെയ്യാൻ കിട്ടിയ വിഷയം മൈൻഡ് ബോഗ്ലിംഗ് സയൻറ്റിഫിക് വണ്ടേഴ്സ് അഥവാ ചിന്തിപ്പിക്കുന്ന ശാസ്ത്രീയ വിസ്മയങ്ങൾ. ഈ ആധുനിക കാലഘട്ടത്തിൽ ശാസ്ത്രം നമ്മെ വല്ലാതെ അത്ഭുതപ്പെടുത്തുന്നൊരു രീതിയാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്നിരുന്നാലും ശാസ്ത്രം നമ്മളിലേക്ക് എത്തിച്ച അല്ലെങ്കിൽ ശാസ്ത്രം നമ്മളിലേക്ക് കൊണ്ടുവന്ന ഒരുപാട് അത്ഭുതങ്ങളെക്കുറിച്ച് നമുക്കറിയാം. നമ്മളിവിടെ ഈ വിഷയത്തെ മൂന്ന് പോയിന്റുകളിലൂടെയൊക്കെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ആദ്യമായി നമ്മൾ പറയുന്നത് ഇസ്ലാം ആൻഡ് സയൻസ്. ഇസ്ലാമും ശാസ്ത്രവും രണ്ടും രണ്ട് ചേരികളാണ്, രണ്ടും രണ്ട് തലങ്ങളാണ്. അഥവാ ശാസ്ത്രം 1990 പറഞ്ഞൊരു കാര്യം 2020 ആകുമ്പോൾ ശാസ്ത്രം അത് മാറ്റി പറയുന്നു. അന്ന് കണ്ടുപിടിച്ചത് തെറ്റല്ല എന്നല്ല, മറിച്ച് അന്ന് കണ്ടുപിടിച്ചതിൽ കൂടുതലായി റിസർച്ച് ചെയ്തുകൊണ്ട് 2020 ആകുമ്പോൾ അത് അതിൻ്റെ ഉൽപ്പത്തിയിലേക്ക് കാര്യമായ പോയിന്റിലേക്ക് അവർ എത്തിച്ചേരുന്നു. മറിച്ച് ഇസ്ലാം വ്യത്യസ്തമാണ്. ഇസ്ലാം വർഷങ്ങൾക്ക് മുമ്പുള്ള വിധിവിലക്കുകൾ അടിസ്ഥാനമാക്കി അത് മുതൽക്കൂട്ടാക്കി ജീവിക്കുന്ന ഈ മതത്തിൻ്റെ കീഴിൽ ജീവിക്കുന്ന മനുഷ്യരാണ് ഇസ്ലാമിക വിശ്വാസികൾ എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇസ്ലാമും ശാസ്ത്രവും രണ്ടും വ്യത്യസ്തമാണ്. ഒരുപക്ഷെ പലപ്പോഴായി ശാസ്ത്രം കണ്ടുപിടിച്ച ചില കാര്യങ്ങൾ ഇസ്ലാമുമായി ബന്ധപ്പെടുത്തി പറയുന്നത് നാം കേട്ടിട്ടുണ്ടാകും. ചിലപ്പോൾ അത് ബന്ധപ്പെട്ട് വന്നതായി നാം കണ്ടിട്ടുണ്ടാകും. എന്നിരുന്നാലും രണ്ടും രണ്ട് തലങ്ങളാണ്, രണ്ടും രണ്ട് വ്യത്യസ്ത ചേരികളാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. അടുത്തതായി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് മോഡേൺ സയൻറ്റിഫിക് ഡെവലപ്മെൻറ്റ്, ആധുനിക ശാസ്ത്രീയ വികസനങ്ങൾ. ഒരുപാട് ശാസ്ത്രീയ വികസനങ്ങൾ ഇന്ന് നാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് പ്രധാനപ്പെട്ട 3 ശാസ്ത്രീയ വികസനങ്ങളെ നാം ഇവിടെ എടുത്ത് പരിശോധിക്കുകയാണ്. ശാസ്ത്രീയ വികസനങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം, അമേരിക്ക പോലത്തെ രാജ്യങ്ങളിൽ ഇന്ന് ഡ്രൈവർ ഇല്ലാതെ ഓടുന്ന കാറുകളുണ്ട്. അതുപോലെ റോബോട്ടിക് ഡോക്ടേഴ്സ്, റോബോട്ടിക് അഡ്വക്കേറ്റ്സ് തുടങ്ങിയ ഒരുപാട് റോബോട്ടിക് മേഖലയിൽ, ശാസ്ത്രീയ മേഖലയിൽ ഒരുപാട് വിപ്ലവങ്ങൾ ഇന്ത്യ അല്ലാത്ത മറ്റു കൺട്രിയിൽ ഇന്ന് ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകുന്നുണ്ട്. എന്നിരുന്നാലും നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത് 3 കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഒന്നാമത്തേത് നമ്പർ 1, ഇദ്ദേഹമാണ് സാം ആൾട്ട്മാൻ. ഇദ്ദേഹത്തിൻ്റെ കീഴിലുള്ള 10 അംഗ ടീം കണ്ടുപിടിച്ച ശാസ്ത്ര നിർമ്മിതിയാണ് ChatGPT എന്നുള്ളത്. ഇന്ന് നമ്മളിൽ പലരും ഇന്ന് ഇത് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തെന്നാൽ നമുക്ക് വേണ്ട ആശയങ്ങൾ, ഇന്ന വിഷയത്തെക്കുറിച്ച് നമുക്കൊരു ലേഖനം വേണം അല്ലെങ്കിൽ ഒരു ആർട്ടിക്കിൾ വേണം എന്ന് നാം അതിനോട് പറയുമ്പോൾ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമ്മുടെ ബുദ്ധിക്ക് വിശ്വസിക്കാൻ കഴിയാത്ത രൂപത്തിൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ നമുക്ക് വേണ്ട കണ്ടൻറ്റ് അത് നമുക്ക് ക്രിയേറ്റ് ചെയ്തു തരും. അതാണ് ChatGPT നമ്മളിലേക്ക് ചെയ്യുന്നത്. നമ്മളെക്കാൾ വല്ലാതെ അപ്ഡേറ്റ് ആയിക്കൊണ്ട് മനുഷ്യൻ്റെ ചിന്തകൾക്ക് താങ്ങാനാവാത്തതിലും അപ്പുറത്താണ് ChatGPT സഞ്ചരിക്കുന്നത് എന്നുള്ളതാണ്. രണ്ടാമതായി നമ്പർ 2, ഇദ്ദേഹമാണ് അർണവ് കപൂർ. ഉത്തർപ്രദേശുകാരനായ അർണവ് കപൂർ എന്ന ഈ ചെറുപ്പക്കാരൻ MIT സ്റ്റുഡൻ്റാണ്. ഇദ്ദേഹം ലോകത്തിന് മുന്നിൽ ഇദ്ദേഹം കൊണ്ടുവന്നൊരു ഇൻസ്ട്രുമെൻ്റാണ് കഴിഞ്ഞ 4-5 മാസമായി സോഷ്യൽ മീഡിയയിൽ ഏറെ ചർച്ചാ വിഷയമാണ്. എന്താണ് ഇദ്ദേഹം കൊണ്ടുവന്ന ഇൻസ്ട്രുമെൻ്റ്? ഇദ്ദേഹം കൊണ്ടുവന്ന ഇൻസ്ട്രുമെൻ്റാണ് അൾട്ടർ ഈഗോ അഥവാ മൈൻഡ് റീഡിംഗ് ഇൻസ്ട്രുമെൻ്റ്. ഈ ഇൻസ്ട്രുമെൻ്റ് ഉപയോഗിക്കുന്ന രീതിയാണ് നമ്മളെ ഏറെ അത്ഭുതപ്പെടുത്തുന്നത്, ഇതിൻ്റെ പ്രക്രിയ. കാരണം നാം നമ്മുടെ മനസ്സിൽ ചിന്തിക്കുന്നൊരു കാര്യം, നാം നമ്മുടെ മനസ്സിലാണ് ചിന്തിക്കുന്നത്. മനസ്സിൽ ചിന്തിക്കുന്ന ഒരു കാര്യത്തെ ഒരു കമാൻഡാക്കി മാറ്റി അത് ഈ ഇൻസ്ട്രുമെൻറ്റുമായി ബന്ധിപ്പിച്ച
ഡിവൈസിലേക്ക് അഥവാ സ്മാർട്ട് ഫോൺ പോലത്തെ ഡിവൈസിലേക്ക് അയക്കുകയും ആ ഡിവൈസ് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ ഇൻ്റർനെറ്റിൽ നിന്ന് സെർച്ച് ചെയ്തുകൊണ്ട് നമ്മുടെ തലയിലേക്ക് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഇവിടെ തിരിച്ചയക്കുന്നത് സൗണ്ട് രൂപത്തിലോ അല്ലെങ്കിൽ ടെക്സ്റ്റ് രൂപത്തിലോ നമ്മുടെ മുന്നിൽ നിന്ന് ഇങ്ങനെ കാണിക്കുന്ന രൂപത്തിലോ അല്ല അത് ഇൻഫർമേഷൻ നമുക്ക് റിലേ ചെയ്യുന്നത്. മറിച്ച് ബോൺ കണ്ടീഷൻ ടെക്നോളജി എന്ന ടെക്നോളജി ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ സ്കള്ളിലേക്കാണ് ഇത് ഇൻഫർമേഷൻ എത്തിക്കുക. സ്കള്ളിൽ നിന്ന് വൈബ്രേറ്റ് ആയിക്കൊണ്ട് ഇൻഫർമേഷൻ നമ്മളിലേക്ക് റിലേ ചെയ്യും. ഈ ഒരു പ്രക്രിയക്ക് ശാസ്ത്രീയ ലോകത്ത് വേറെ തന്നെ ഒരു പേര് ശാസ്ത്രലോകം ഇതിന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പേരാണ് സബോക്കലൈസേഷൻ. ശാസ്ത്രീയ നാമമാണ് സബോക്കലൈസേഷൻ എന്ന പേരിലാണ് ഈ പ്രക്രിയ അറിയപ്പെടുന്നത്. ഇതിൻ്റെ ചെവികളിലേക്കോ അല്ലെങ്കിൽ മറ്റു അവയവങ്ങളിലേക്കോ അല്ല ഇതിൻ്റെ ആശയങ്ങൾ ഇവ പറിച്ചു നടന്നത്. മറിച്ച് നമ്മുടെ ശരീരത്തിൻ്റെ ഇന്നർ ഇയറിലേക്കാണ് ഇത് ആശയങ്ങളെ എത്തിക്കുന്നത്. ഇതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് വെച്ചാൽ ചുറ്റുമുള്ള ആളുകളൊന്നും അറിയാതെ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ, ഒരു പർട്ടിക്കുലർ പ്രശ്നത്തിൽ നമ്മൾ പെട്ടുകഴിഞ്ഞാൽ അതിനു വേണ്ടി നമ്മളൊന്ന് മനസ്സിലിങ്ങനെ ചിന്തിക്കുമ്പോൾ അത് നമ്മുടെ ഗൂഗിളിൽ പോയി അല്ലെങ്കിൽ ഇൻ്റർനെറ്റിൽ പോയി സെർച്ച് ചെയ്ത് നമുക്ക് വേണ്ട ഇൻഫർമേഷൻ നമുക്ക് എത്തിച്ചു നൽകുമെന്നുള്ളതാണ്. ഇതുപോലെ തന്നെ ശാസ്ത്രലോകത്ത് ഏറെ ചർച്ച ചെയ്യപ്പെട്ട മറ്റൊരു കാര്യമാണ് ഇദ്ദേഹമാണ് ഹാഷെമി ഐ ഗെയ്ലി. യമനിക്കാരനായ ഇദ്ദേഹം ഇന്ന് ജീവിച്ചിരിക്കുന്നത് ജർമ്മനിയിലാണ്. ഒരു 2-3 മാസങ്ങൾക്ക് മുമ്പ് ഇദ്ദേഹം സമൂഹ ലോകത്തിന് ഒരാശയം മുന്നോട്ട് വെച്ചു. സോഷ്യൽ കമ്മ്യൂണിക്കേറ്ററായ ഇദ്ദേഹം മുന്നോട്ട് വെച്ച ആശയത്തിൽ സമൂഹം ആകെ അത്ഭുതപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം ഇദ്ദേഹം കൊണ്ടുവന്ന ആശയമാണ് എക്ടോ ലൈഫ് അഥവാ കൃത്രിമ ബേബി. ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ യുവാക്കൾ ഇന്ന് കല്യാണം കഴിച്ചു പോകുന്ന കപ്പിൾസിൽ കുട്ടികൾ വേണ്ട എന്നൊരാശയത്തോടെ മുന്നോട്ട് പോകുന്ന ഒരുപാട് കപ്പിൾസിനെ നമ്മളിൽ പലരും കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അവർക്കൊക്കെ വേണ്ടിയാണ് ഇത് വികസിപ്പിച്ചെടുത്തത് എന്നാണ് ഇദ്ദേഹം പറയുന്നത്. കാരണം ഈ കുട്ടികൾ വേണ്ട എന്ന ആശയമുള്ളവർക്ക് ഇത്തരത്തിൽ കൃത്രിമ ബേബിയെ നിർമ്മിച്ചു കൊടുക്കും. ഇതിൻ്റെ ജീനുകളും അതൊക്കെ വളരെ കൃത്രിമമായി പ്രമേയം പോലത്തെ അസുഖങ്ങൾ ഇതിന് വരില്ല. അതുപോലത്തെ അസുഖങ്ങളൊക്കെ അതിൻ്റെയൊക്കെ കാര്യങ്ങൾ വളരെ കൃത്യമായി ആ ഘടന വളരെ കൃത്യമായി നിർമ്മിച്ചുകൊണ്ടാണ് ഇവർ പുറത്തുവിടുന്നത്. ഈ ഒരു കൃത്രിമ ബേബിയെ അദ്ദേഹം പറയുന്നത്, സോഷ്യൽ കമ്മ്യൂണിക്കേറ്ററായ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, അടുത്തൊരു 20-25 വർഷങ്ങളെ കൊണ്ട് ഇത്തരത്തിലൊരു കൃത്രിമ ബേബി സമൂഹത്തിൽ വല്ലാതെ ഇടം ചെലുത്തുമെന്നാണ് ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നത്. അതുപോലെ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹാംസ് കോസ്ഡ് ബൈ മോഡേൺ സയൻസ്. ആധുനിക കാലഘട്ടത്തിലെ ശാസ്ത്രം മൂലമുണ്ടാകുന്ന ദോഷങ്ങൾ, ഒരുപാട് ദോഷങ്ങൾ നമുക്ക് മുന്നിടേണ്ടി വരും. അതിൽപ്പെട്ട ഒന്നാണ് ഇത് ചെന്നൈയിൽ നിർമ്മിച്ചൊരു 3D ഹൗസാണ്. കാരണം ഒരു ഹൗസ് ഉണ്ടാക്കാനുള്ള ബുദ്ധിമുട്ട് നമുക്കറിയാം. 6 മാസവും 7 മാസവും വേണ്ട, 1 വർഷവും 1.5 വർഷവും ഒക്കെ എടുത്ത് ഒരുപാട് തൊഴിലാളികൾ വന്ന് പടവ് ചെയ്ത് തേപ്പ് ചെയ്ത് അതുപോലെ പ്ലംബിങ്, വയറിങ് തുടങ്ങി മറ്റു കാര്യങ്ങളൊക്കെ ഒരുപാട് ആളുകളുടെ പ്രയത്നം ഒരു വീടുണ്ടാക്കുന്നതിൽ നമുക്ക് കാണാൻ സാധിക്കും. എന്നാൽ 3D ഹൗസ് എന്ന ഈ ഒരു ഹൗസ് നിർമ്മിക്കാൻ വെറും അവർക്ക് വേണ്ടി വന്നത് 45 ഡേയ്സ്, 45 ദിവസമാണ്. 45 ദിവസം കൊണ്ട് ഒരാളുടെയും സഹായമില്ലാതെ മിഷനറി സഹായം കൊണ്ട് ഇങ്ങനൊരു വീട് നിർമ്മിച്ചെടുക്കുമ്പോൾ ഒരുപാട് തൊഴിലാളികളുടെ തൊഴിലവസരമാണ് നമുക്ക് നഷ്ടപ്പെടുന്നത്. ഇത്തരത്തിൽ ശാസ്ത്രീയ ലോകത്ത് കൊണ്ടുവന്ന റോബോട്ടിക് അഡ്വക്കേറ്റ്സ്, റോബോട്ടിക് ഡോക്ടേഴ്സ്, ഇവരൊക്കെ മുന്നോട്ട് വരുമ്പോൾ ഇത്തരത്തിലുള്ള ഉന്നത തലങ്ങളിൽ പ്രവർത്തിക്കുന്ന ഡോക്ടേഴ്സിന് അവരുടെ സ്ഥാനമൊഴിയേണ്ടി വരും. ഇപ്പോൾ ഒരുപാട് IT കമ്പനിയിൽ റോബോട്ടിക് യുഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ ഈ കാറ് ഷോറൂമുകളിൽ അല്ലെങ്കിൽ കാറ് നിർമ്മിക്കുന്ന ഇടങ്ങളിലൊക്കെ ഇത്തരത്തിൽ റോബോട്ടിക്സ് ഇങ്ങനെ കൂടി വരുന്നതായി നാം കാണാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഈ റോബോട്ടിക്സിൻ്റെ ശാസ്ത്രലോകത്തിൻ്റെ വളർച്ച നമ്മളെ ഈ ആധുനിക കാലഘട്ടത്തിൽ ഒരുപാട് പേരുടെ
തൊഴിലില്ലായ്മക്ക് കാരണമാവുകയാണ്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്തെന്നാൽ APJ അബ്ദുൽ കലാം പറഞ്ഞു വെക്കുന്നുണ്ട്, ദൈവം മനുഷ്യവർഗത്തിന് നൽകിയ മഹത്തായ ദാനമാണ് ശാസ്ത്രം. അതുകൊണ്ട് തന്നെ മനുഷ്യന് നൽകിയ ദാനമായ ശാസ്ത്രത്തെ വേണ്ട രൂപത്തിൽ ക്രിയാത്മകമായി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ ഞാനും നിങ്ങളും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ശാസ്ത്രത്തെ നല്ല രൂപത്തിൽ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കട്ടെ എന്ന് പറഞ്ഞ് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.